ഇപ്പൊ ഇടുക്കി പാർലമെന്റ് സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലോട്ടറിയാണ്. പക്ഷേ MI ഷാനവാസിന് വയനാട് അന്ന് കിട്ടിയതുപോലെ. പക്ഷേ MI ഷാനവാസിന് അതിന് തൊട്ടടുത്ത പ്രാവശ്യം അതേപടി നിലനിർത്താൻ കഴിഞ്ഞില്ല. നിലനിർത്താൻ കഴിഞ്ഞില്ല, തോറ്റുപോയി എന്നല്ല. ഏതാണ്ട് 1,43,000 അങ്ങനെ 1,00,000 മുകളിലുണ്ടായിരുന്ന ഭൂരിപക്ഷം നേരെ 20,000 കുറഞ്ഞു. അവിടെ NCP സ്ഥാനാർത്ഥിയായിട്ട് 99,000 ചില്ലറ, 1,00,000 തൊട്ടില്ല, 99,000 വോട്ടും നേടി. അതിന് ആ സാഹചര്യം അവിടെ ഉണ്ടായി. എങ്കിലും ഇടുക്കി പോലൊരു മണ്ഡലം അല്ലെങ്കിൽ വയനാട് പോലെ ലോക്സഭാ മണ്ഡലം കിട്ടുക എന്ന് പറയുന്നത് ലോട്ടറിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ മരണങ്ങൾക്കും കല്യാണത്തിനും ഒന്നും പോയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു നല്ല പാർലമെന്റേറിയൻ ആകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഒരു MPക്ക് പറ്റിയ മണ്ഡലമാണ് ഇടുക്കി. വളരെ ഒരു UDF MPക്ക് UDFന്റെ സ്ഥാനാർത്ഥിക്ക് പറ്റിയ മണ്ഡലമാണ്. അവിടെ ഇടതുപക്ഷത്ത് നിന്ന് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലുള്ളപ്പോൾ LDFന് വേണ്ടി ജയിച്ചിട്ടുണ്ട് 2 തവണ. അതെ, അതിനുശേഷം നമ്മൾ പുതിയ ഇടുക്കി രൂപം കൊണ്ടതിന് ശേഷം PT തോമസ്, അതിനുശേഷം ജോയ്സ് ജോർജ്, പിന്നെ ഡീൻ കുര്യാക്കോസ്. ഇതാണ് ഇടുക്കിയുടെ ഒരു പൊതുചിത്രം. നമുക്ക് അവിടെ മൂവാറ്റുപുഴയും കോതമംഗലം തുടങ്ങി എറണാകുളത്തിന്റെ ഭാഗം ഇങ്ങനെ കയറി ഹൈറേഞ്ച് കയറി പോകുന്ന ആ മണ്ഡലത്തിൽ 2019 ചിത്രം എന്താണ് എന്ന് കൂടി ഒന്ന് സ്ക്രീനിൽ നമുക്ക് കാണാം. ആ ഡേറ്റ 1,71,053 കനത്ത ഭൂരിപക്ഷങ്ങളിലൊന്ന്. 1,71,053 വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് ജയിച്ചത്. അതിനു മുമ്പുള്ള കഴിഞ്ഞ 3 തവണത്തെ, അതായത് മണ്ഡലം രൂപം കൊണ്ട 3 മണ്ഡല തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടി ഒന്ന് സ്ക്രീനിൽ കാണിച്ചാൽ നന്നായി. 2009, 2014, 2019 ആ ഫലങ്ങൾ കൂടി. 2009 PT തോമസ്, 2014 ജോയ്സ് ജോർജ്, 2019 ഡീൻ കുര്യാക്കോസ്. 2014 LDF വിജയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ വിജയം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ട് കേരളത്തിൽ ആകപ്പാടെ ഗുണം കിട്ടിയത് ജോയ്സ് ജോർജാണ്. റിപ്പോർട്ടിനും ഒരു പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല. വന്യമൃഗങ്ങൾക്കോ പശ്ചിമഘട്ടത്തിനോ ഒരു ഗുണവും ഉണ്ടായില്ല. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു മിനിയേച്ചർ ആയിട്ടൊക്കെ നമുക്ക് ജോയ്സിനെ കാണാം. ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു വിഷയം വരുന്നു, അതിന്റെ തലപ്പത്തെ നേതൃത്വത്തിലേക്ക് അതിലൊരു ഗുണം കിട്ടുന്നു. പക്ഷെ അതിനുശേഷം അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ മലയോര വിഷയങ്ങൾ സജീവമാക്കി നിർത്താനോ, ഈ പറഞ്ഞ പോലെ ഇടുക്കിയെ സംബന്ധിച്ച് പട്ടയം, വന്യജീവി, ഇതൊക്കെ അതിന്റെയൊക്കെ ചാമ്പ്യനായ ഒരാൾക്ക് നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ താങ്കൾ പറഞ്ഞ ഈ അരവിന്ദ് കെജ്രിവാൾ. അവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ അന്ന് ഈ കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ PT തോമസ് ആ കാര്യത്തിൽ എടുത്തൊരു നിലപാടും കൂടെയാണ് അവിടെ PT തോമസിന് പ്രശ്നമായി മാറിയത്. അപ്പോൾ PT തോമസിനെ തുടർന്ന് വരുന്ന കോൺഗ്രസ് ആരെയായാലും ഞങ്ങൾ തോൽപ്പിക്കും എന്നുള്ള രീതിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാകുന്നു. അതിന്റെ പ്രതിനിധിയായിട്ട് വന്ന ജോയ്സ് ജോർജിനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയ ഒരു കാര്യം. PT തോമസിന് സീറ്റ് നിഷേധിക്കുന്നു. PT തോമസിന് സീറ്റ് നിഷേധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വർഷത്തെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം PT തോമസിന് കിട്ടുന്നത്. അപ്പോൾ സൻസദ് രത്ന പുരസ്കാരം കിട്ടിയ PT തോമസിന് സീറ്റ് നിഷേധിക്കുന്നു. ഡീനിനെ മത്സരിക്കാൻ വിടുന്നു. PT തോമസ് വലിയ തോതിലുള്ള മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നു. അദ്ദേഹം ക്യാമ്പയിനിൽ ഇറങ്ങുന്നു. ഒരു ട്രെയിൻ യാത്രക്കിടെ ഹൃദയാഘാതം ഉണ്ടാകുന്നു. PT തോമസ് പിന്നെ എറണാകുളത്തേക്ക് അദ്ദേഹം പൂർണ്ണമായും കേന്ദ്രം മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മത്സരിക്കുന്നു, വിജയിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്കും ഒക്കെ സാധ്യതയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട. നമുക്ക് ഇത്തവണത്തെ വിഷയങ്ങൾ എന്താണെന്ന് കൂടി ഒന്ന് ഭിത്തിയിൽ തെളിഞ്ഞാൽ വായിക്കാം. എന്താണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ഇടുക്കിയിൽ വരിക? ക്രൈസ്തവ വോട്ട് ഏത് പെട്ടിയിൽ എന്നുള്ളതൊരു വിഷയമായി വരാം. മനുഷ്യ വന്യജീവി സംഘർഷം നമ്മൾ ഇതിനോടകം തന്നെ സൂചിപ്പിച്ച വിഷയമാണ്. കേരള സ്റ്റോറിയും മണിപ്പൂരും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം, CPM ചിഹ്നം തുടങ്ങിയവ, കാർഷിക മേഖലയിലെ പ്രതിസന്ധി. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി ഇടുക്കിയിലുള്ള വിഷയം തന്നെയാണ്. ജോയ്സ് ജോർജ് ഇത്തവണ CPM ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അതെ, KS സംശയം വന്നു. ഇപ്പോൾ അവർ CPM ഞങ്ങൾ ഇന്ന ആളിന് മാത്രമേ അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗങ്ങൾക്ക് മാത്രമേ ചിഹ്നം കൊടുക്കൂ എന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും പലർക്കും അവർ ചിഹ്നം കൊടുക്കുന്നുണ്ട്. പാർട്ടിയിൽ അംഗത്വം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ചിഹ്നം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ അരിവാൾ ചുറ്റിക മാറ്റി മറ്റ് തെങ്ങ് അല്ലെങ്കിൽ ഗ്ലാസ് പോലുള്ള ചിഹ്നങ്ങൾ സ്വീകരിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക ഒരു സൈക്കോളജിക്കലി അതിന് കുത്താൻ മടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ബെൽറ്റിലൊക്കെ ഉണ്ടാകും എന്ന ഒരു നിലയാണ്. പക്ഷെ അതൊന്നും ഇനി പ്രസക്തമല്ല എന്ന് CPMന്റെ എണ്ണത്തിൽ വേണമല്ലോ പാർലമെന്റ്. അതെ, പാർട്ടി ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് എത്ര ശതമാനം വോട്ട് എന്നുള്ള പ്രശ്നം ജയിച്ചു കഴിഞ്ഞാൽ അത് ഈ ചിഹ്നത്തിൽ ജയിക്കുക എന്ന് പറയുന്ന കാര്യം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ സ്വതന്ത്രനായി കഴിഞ്ഞാൽ ഈ ചിഹ്നം കിട്ടാൻ വേണ്ടി ഇപ്പൊ ഫ്രാൻസിസ് ജോർജ് എത്ര നാളാണ് ചിഹ്നം കിട്ടാൻ വേണ്ടി കാത്തിരുന്നത്. മാത്രമല്ല ആ പോസ്റ്ററെല്ലാം 2 കൊണ്ട് ഒട്ടിക്കുകയും ചെയ്തു. എതിരാളികൾ 2 ഒട്ടിക്കുകയും ചെയ്തു. റിപ്പോർട്ടർമാരുണ്ട്. ആരൊക്കെയാണ്? അമൽ തേരമ്പറമ്പിലും പിന്നെ ആരാണ്? ജെയിനസ് രാജുവുമുണ്ട്. അമലും ജെയിനും ഇടുക്കിക്കാരാണ്. ആരോട് ചോദിക്കാം? അമലിനോട്, ജെയിനോട്? ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജെയിൻ അവിടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പല മണ്ഡലങ്ങളിലും പല വൈകാരിക ഇഷ്യൂസും മറ്റുമൊക്കെയാണ്. ഇടുക്കി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്താണ്?
ഇടുക്കിയിൽ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഭൂപ്രശ്നം ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ടാണ് വരാറുള്ളത്. അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ പട്ടയ പ്രശ്നം, ഈ മറ്റ് ഭൂപതിവ് നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയായി വരാറ്. പക്ഷേ ഇത്തവണ ആ വിഷയം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, ഈ നിയമ ഭേദഗതി അത് ബില്ല് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് UDF അല്ലെങ്കിൽ LDF ആ പ്രശ്നം കാര്യമായി ഉയർത്താൻ ശ്രമിച്ചിട്ടില്ല. പകരം LDF കൃത്യമായി ഉയർത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഈ രണ്ട് MP-മാരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് മൂന്നാമത്തെ തവണയാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടുപേരും ജനപ്രതിനിധികളായിട്ടുണ്ട്. ഈ രണ്ട് കാലയളവിൽ ഇവർ എങ്ങനെയാണ് പാർലമെന്റിൽ പെർഫോം ചെയ്തത് എന്നതാണ് പ്രധാനമായിട്ടും ഈ LDF ഒരു പ്രചരണ വിഷയമായിട്ട് ഉയർത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ കാര്യത്തിൽ ഒരല്പം മേൽക്കൈ ജോയ്സിനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് എത്ര പദ്ധതികൾ ഇവിടെ എത്തിച്ചു? ജോയ്സ് അവകാശപ്പെടുന്നത് 9 പദ്ധതികൾ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഡീന്റെ കാലയളവിൽ 2 പദ്ധതികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത്തരം വിഷയങ്ങൾ, പിന്നെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട്, വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങളാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രചരണം. അപ്പോൾ ആ വിഷയത്തിൽ പാർലമെന്റിൽ നമ്മുടെ MP എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അല്ലെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് സംസാരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഡീൻ നിശബ്ദനായിരുന്നു എന്നൊരു പ്രചരണം LDFന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവം തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പാർലമെന്റിൽ ഇവർ സംസാരിക്കുന്ന വീഡിയോ ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ കാര്യമായി ഉപയോഗിച്ച്, അതായത് നാൽക്കവലകളിലും മറ്റും LCD വെച്ച് പ്രദർശിപ്പിക്കുന്നത്. പാർലമെന്റിൽ പല വിഷയങ്ങളും, പ്രത്യേകിച്ച് വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രചരണ വിഷയമാക്കി അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളുണ്ടായി. ഡീനെ സംബന്ധിച്ച് ഈ കാലയളവിൽ പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. കോവിഡ് ആയിരുന്നു, അതുകൊണ്ട് കൂടുതൽ പാർലമെന്റ് സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു മേൽക്കൈ ഇടതുമുന്നണിക്കുണ്ട്. അതാണ് അവർ കൂടുതലായി ഉപയോഗിക്കുന്നത്. UDFനെ സംബന്ധിച്ച് ഡീൻ കുര്യാക്കോസിനെതിരെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം വളരെ സൗമ്യനായി ഇടപെടുന്ന ഒരാളാണ്. കൂടാതെ ചില പ്രശ്നങ്ങളിൽ ഈ ജില്ല നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ മുന്നിൽ നിന്ന ആളാണ്. പ്രത്യേകിച്ച് കവളപ്പാറ ഇവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മൾക്ക് പൊതുവെ കരുതാവുന്ന ഒരു കാര്യം ഡീൻ കുര്യാക്കോസ് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ജയിക്കും എന്നാണ്. പക്ഷേ ഡീൻ ഏതെങ്കിലും തരത്തിൽ അവിടെ ജോയ്സ് ജോർജിനെ കൊണ്ട് ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ? ഡീൻ കുര്യാക്കോസ് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്? കഴിഞ്ഞ തവണ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് 9,19,000 അതിൽ ഡീന് കിട്ടിയ വോട്ട് 5 ലക്ഷത്തോളം, 4,98,000. 54% ഉണ്ടായിരുന്നു കിട്ടിയ വോട്ടിൻ്റെ നില എന്ന് പറയുന്നത്. ഏകദേശം 10-15% വ്യത്യാസം, 20% വ്യത്യാസം ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടതുപോലെ 171 1,71,000 വോട്ട്. ആ വോട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഡീനെ കൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമാകില്ല എന്ന് മാത്രമല്ല അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും അതിനുശേഷം ജില്ലയിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. പക്ഷേ നിയമസഭയും ലോക്സഭയും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ശക്തമായ സ്വാധീനമായി ഇടതുപക്ഷം ഉള്ള സ്ഥലങ്ങൾ പലയിടങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിൽ കിടക്കുന്ന മണ്ഡലങ്ങൾ, ഈ ലോ റേഞ്ച് അല്ലാതെ തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, ഈ മണ്ഡലങ്ങളിൽ എന്തായാലും ഡീന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവരൊരു കണക്കുകൂടലനുസരിച്ച് ആ 3 മണ്ഡലങ്ങളിൽ കൂടി ഒരു 75,000 വോട്ട് ലീഡായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഇടുക്കി പോലത്തെ UDFന് പാരമ്പരാഗതമായി വോട്ടുള്ള സ്ഥലമാണ് ഇടുക്കി നിയമസഭാ മണ്ഡലം. അതോടൊപ്പം തന്നെ പിന്നെയുള്ളത് 3 CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയാവുന്ന വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ഒന്ന് മണിയാശാൻ്റെ ഉടുമ്പൻചോല, പിന്നെ പീരുമേട്, അതോടൊപ്പം തന്നെ ദേവികുളം. ഈ 3 മണ്ഡലങ്ങളിലും അവർക്ക് MLA-മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മേഖലയിൽ നിന്നും വോട്ട് പിടിച്ച് ഡീൻ്റെ ലീഡ് കൃത്യമായി തന്നെ കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ഏകപക്ഷീയമായ ഒരു മത്സരം എന്ന് ഒന്നും അവിടെ ഇല്ല. പക്ഷേ ഡീന് ജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം നിലവിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ലീഡിൻ്റെ കാര്യത്തിൽ കൃത്യമായ കുറവുണ്ടാകും. പിന്നെ ആ ജില്ലയുടെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ വലിയ അട്ടിമറികളൊക്കെ നടന്നത് അപൂർവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജോയ്സ് ജോർജിൻ്റെ കാര്യത്തിൽ ഒരു അട്ടിമറി നടന്നു. പിന്നീട് അതിന് മുൻപ് 2 തവണ ഫ്രാൻസിസ് ജോർജ് LDFിലായിരുന്നപ്പോൾ വിജയിച്ചു. പിന്നീട് ഒരു വട്ടം MM ലോറൻസ് വിജയിക്കുന്ന സമയമുണ്ടായിരുന്നു. അത് ഈ 77-ന് ശേഷം ഇടുക്കി പീരുമേട് മണ്ഡലം മാറി ഇടുക്കി എന്ന പേര് വന്നതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ പറയുന്ന 3-4 തവണ മാത്രമാണ് ഇടതുപക്ഷ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ബാക്കി എല്ലാവർക്കും UDF സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി ജയിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നാട്ടിലുള്ളവരേ ആയിരുന്നില്ല. PT തോമസ് ആണെന്ന് തോന്നുന്നു ഏറ്റവും
സമീപകാലത്ത് ആ ജില്ലക്കാരനായി അവിടെ മത്സരിച്ച ഒരു UDF സ്ഥാനാർത്ഥി. പുറത്തു നിന്നും നേരത്തെ എം ഷാനവാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ആരെ കൊണ്ടിട്ടാലും ജയിപ്പിക്കാനും AC ജോസ് വന്ന് മത്സരിച്ച് പോയി, CM സ്റ്റീഫൻ വന്നു, അതോടൊപ്പം തന്നെ പാലക്കയ മാത്യു വന്ന് സിമ്പിളായി ജയിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു മണ്ഡലമാണ്. അതിനാൽ തന്നെ UDF കൃത്യമായ മേൽക്കൈയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ തവണത്തെ ഈ 170 എന്ന് പറയുന്ന വലിയ ലീഡിലേക്കൊന്നും പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പക്ഷേ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിൽ നമ്മുടെയൊക്കെ സർവേയിൽ 8% വ്യത്യാസമാണ് ജോയ്സുമായി ഉള്ളത്. അതോടൊപ്പം തന്നെ ആദ്യം നമ്മൾ സർവേ എടുത്തപ്പോൾ അത് 10%, 42-32 ആയിരുന്നു. പിന്നെ അത് 48 42 36 എന്ന നിലയിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു വ്യത്യാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു കുറവ് കാണുന്നുണ്ട്. പക്ഷേ ജയിക്കുന്ന കാര്യത്തിൽ UDF ജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ 100,000-നും താഴെയാവും. മാത്രമല്ല സംഗീത വിശ്വനാഥൻ പിടിക്കുന്ന അഡീഷണൽ വോട്ട് കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. BDJS സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം ഒക്കെ. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ NDയുടെ വോട്ട് ഷെയർ കുറച്ച് ഉയരാം, ഡീനിന്റെ വോട്ട് ഷെയർ 52-ൽ നിന്ന് നല്ല നിലയിൽ കുറയാം. പക്ഷേ വിജയത്തിൽ പ്രത്യേകിച്ചൊരു എങ്കിലും ഇപ്പൊ കഴിഞ്ഞ തവണത്തെ UDF വേവ് എന്നുള്ളൊരു കാര്യം അങ്ങ് ആ രീതിയിലില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇടുക്കി ലെഫ്റ്റ് ജയിച്ച മണ്ഡലമാണ്. റോഷി അഗസ്റ്റിൻ ജയിച്ചു. അതുപോലെ കോതമംഗലം, മൂവാറ്റുപുഴ മേഖലകളിലൊക്കെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട്, അവർക്ക് എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിയും. കഴിഞ്ഞ 2 തവണയാണ് ജോസ് കെ മാണി വരുന്നതിന് മുമ്പ് പോലും ലെഫ്റ്റ്. പക്ഷേ ഇത് അവരുടെ അഡീഷണൽ വോട്ട് അവർ കൊണ്ടുവരണമല്ലോ. മൂവാറ്റുപുഴയിൽ നിന്നാണെങ്കിലും കോതമംഗലത്ത് നിന്നാണെങ്കിലും ഇടുക്കിയിൽ നിന്നാണെങ്കിലും ഇടുക്കി ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ 96-ൽ സുലൈമാൻ റാവുത്തർ ജയിച്ചതിന് ശേഷം ഇടുക്കിയിൽ ലെഫ്റ്റ് ജയിച്ചിട്ടേ ഇല്ല. അപ്പോൾ ജോസ് കെ ഇത്തവണ റോഷി അഗസ്റ്റിൻ ജയിച്ചു. അപ്പോൾ റോഷി അഗസ്റ്റിന്റെ സ്വാധീനത്തിലൊക്കെ അഡീഷണൽ ആയിട്ട് എത്ര വോട്ട് കൊണ്ടുവരാൻ കഴിയുന്നു തെരഞ്ഞെടുപ്പിൽ അതൊക്കെ പ്രസക്തമാകുമോ എന്നൊരു വലിയ ചിത്രം കൂടിയുണ്ട്, ചോദ്യം കൂടിയുണ്ട്. എങ്കിലും ഈ പറഞ്ഞ 8% വ്യത്യാസമാണെങ്കിൽ നമ്മളൊരു ആവറേജ് കണക്കെടുക്കുന്ന ഒരു 80,000 വോട്ട് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ വളരെ ഗംഭീരമായി പറഞ്ഞ 70,000 വ്യത്യാസമൊന്നും എന്തായാലും ഉണ്ടാവാൻ സാധ്യത. നമ്മുടെ സർവേ വിശ്വാസത്തിലെടുത്താൽ 80,000 ഏതാണ്ട് ആ റേഞ്ചിലേക്കൊക്കെ വരാം. 70-80 ഒക്കെ വരാമെന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും